Hello friends, good morning. Welcome to my channel The Knitting Night Looms. ഇന്ന് നമ്മൾ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചെറുപയറിൻ്റെ റെസിപ്പിയാണ്, ചെറുപയർ കറിയാണ്. എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ തന്നെ ഇത് ഉണ്ടാക്കാനായിട്ട് പറ്റും. അതിനായിട്ട് ഒരു 3-4 മണിക്കൂർ കുതിർത്തിയെടുത്തിട്ടുള്ള ചെറുപയർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. പയറുവർഗ്ഗങ്ങളെല്ലാം നമ്മൾ കുറച്ച് നേരം കുതിർത്തിയിട്ട് ഉപയോഗിക്കുന്നത് വഴി നമുക്ക് അസിഡിറ്റി ഒഴിവാക്കാനായിട്ട് പറ്റും. 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു വലിയ ഉള്ളി നീളത്തിൽ മുറിച്ചിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 2-3 വെളുത്തുള്ളിയാണ്. അത് തൊലി കളഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ ആവശ്യമാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി സ്റ്റൗ ഓണാക്കി ഇതൊന്ന് അടച്ചു വെച്ചതിന് ശേഷം ഒരു 5 വിസിൽ വരുന്നത് വരെ നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ, പൂരിയുടെ കൂടെ, എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാനായിട്ട് പറ്റും. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാനായിട്ടും പറ്റും. രാവിലെ തിരക്കുള്ളവർക്കൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഈ കറി റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. തലേ ദിവസം രാത്രി പയർ നന്നായിട്ട് കഴുകി വെള്ളത്തിലിട്ട് കുതിർത്തണം. രാവിലെ അതൊന്നുകൂടെ വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ചെറുപയറിൽ ധാരാളം പ്രോട്ടീൻസും വിറ്റാമിൻസും അടങ്ങിയിട്ടുണ്ട്. ഇത് കുട്ടികളുടെ ഭക്ഷണത്തിൽ എന്നും ഉൾപ്പെടുത്തി കൊടുത്താൽ അവർക്ക് നല്ല ആരോഗ്യവും രോഗപ്രതിരോധ ശേഷിയും എല്ലാം കിട്ടും. 5 വിസിൽ വരുന്നത് വരെ നമുക്കത് വേവിച്ചെടുക്കണം. ഇതിൻ്റെ കൂടെ ഇന്ന് കഴിക്കാനായിട്ട് ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മാവൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇത് റെഡിയായി വന്നതിന് ശേഷം ചപ്പാത്തി ഉണ്ടാക്കും. അപ്പോൾ ഇത് 5 വിസിൽ വന്നിട്ടുണ്ട്. ഇനി ഈ സ്റ്റൗവിൽ വെച്ച് ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. സ്റ്റൗ ഓണാക്കി പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ പരത്തി വെച്ചിട്ടുള്ള ചപ്പാത്തി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് 2 പുറവും നന്നായിട്ട് വേവിച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കറി കൂട്ടി കഴിക്കാവുന്നതാണ്. ചെറുപയറിൻ്റെ കറി നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. ചെറുപയർ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം കൂടി ചൂടുവെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ചെറുപയറൊക്കെ കറി വയ്ക്കുമ്പോൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇടുന്നത് നല്ലതാണ്. ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കടുക് പൊട്ടിക്കാം. കുറച്ച് കറിവേപ്പില, വറ്റൽമുളക് എല്ലാം ചേർത്തതിന് ശേഷം അല്പം കൂടി ഇതിലേക്ക് മുളക് പൊടി ഇട്ട് ഒന്ന് ചേർത്ത് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്.
എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.